അപ്പോൾ +1 എക്സാമിൻ്റെ ക്ലാസ്സസ് ലൈവ് ആണോ റെക്കോർഡഡ് ആണോ? അപ്പോൾ രണ്ടും ഉണ്ട്. കൺഫ്യൂഷൻ ആയോ? അപ്പോൾ നമ്മൾ ആപ്പിൽ ആദ്യം കാണുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. ഓരോ സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ പുറമെ നമുക്ക് ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ നോട്ട്സും അവൈലബിൾ ആണ്. ഇനി അതിന് പുറമെ ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കുറേ കൂടി ഇൻട്രാക്ഷൻ കിട്ടുക അല്ലേ? അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിനൊക്കെ നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും റെഫർ ചെയ്യണം തോന്നുവാണെങ്കിൽ നമുക്ക് എന്താണ് ലൈവ് ക്ലാസ്സസിൻ്റെ PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് PDF നോട്ട്സിൻ്റെ ഹെൽപ്പോട് കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിനും പുറമെ നമുക്ക് എക്സാം ആവുന്ന സമയത്ത് നമുക്ക് എക്സാം എടുക്കാറാവുന്ന സമയത്ത് നമുക്ക് ഓരോ ചാപ്റ്ററിനും പ്രീവിയസ് ഇയറിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനും ഫുൾ മാർക്സ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു മാർക്ക് പോലും എവിടെയും മിസ്സാവാത്ത രീതിയിലായിരിക്കും നമുക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സസിനൊക്കെ നോട്ട്സ് എന്താണ് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് ഫുൾ മാർക്സ് എന്തായാലും ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അതിന് പുറമെ നമുക്ക് ലാസ്റ്റിലേക്ക് എക്സാം അടുക്കുന്ന സമയത്തേക്ക് എന്തുണ്ടാവും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷനായി ഇൻറ്റൻസ് ആയിട്ട് റിവിഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും ഫുൾ മാർക്സ് ഉറപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ റിവിഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എല്ലാ സബ്ജക്ട്സിലും ഫുൾ മാർക്സ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു.